ചില കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്താനാണ് ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയത്. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. അച്ഛന്റെ മോൻ സച്ചു. എന്ത് പറഞ്ഞാലും ഞാനും കേൾക്കും. അച്ഛന്റെ മോൻ അച്ചു. രണ്ട് കിഴങ്ങന്മാര്. അച്ഛൻ കിഴങ്ങെന്ന് പറഞ്ഞാ ഞാനാണ് കിഴങ്ങ്. ഞാനാണ് കിഴങ്ങ്. അല്ല, ഞാനാണ് കിഴങ്ങ്. ഞാനാണ് അച്ഛ കിഴങ്ങ്. ഞാനാണ് കിഴങ്ങ്. ഞാൻ അച്ഛ ഉണ്ട. ഞാനാണ് അച്ഛൻ ഉണ്ട. ഞാനാണ് അച്ഛ ഉണ്ട. ഞാനാണ്. ഞാൻ നിങ്ങളെ വിളിച്ചത് സ്വത്ത് ഭാഗം വെക്കാനാണ്. അച്ഛൻ എന്ത് തന്നാലും നമ്മള് വാങ്ങും. എന്നാ കുറച്ച് അരി വറുത്ത് തരണടാ ഞാൻ നിനക്ക്. തിന്നു പറക്കി. പിന്നെ അച്ഛ അച്ഛ എന്ത് പറഞ്ഞാലും നമ്മള് ചെയ്യും അച്ഛ. എന്നാ കേട്ടോ, അച്ഛ ഈ 10-40 വർഷം കൊണ്ടുണ്ടാക്കിയ ആ 6.5 സെന്റ് നിങ്ങൾക്ക് അങ്ങ് തരികയാണ്. 6.5 സെന്റ് എത്ര വർഷം കൊണ്ട് ഉണ്ടാക്കിയ? അച്ഛനെ ധിക്കരിക്കുന്നതാ മോനെ. അച്ഛ ഈ 6 സെന്റ് എന്തോ ഉണ്ടാക്കാൻ? 6 സെന്റാ? 6.5 സെന്റിൽ എന്തിന്? കുറച്ച് കറിയാപ്പനുണ്ട് നാട്. എന്റെ ചോര നീരാക്കിയാണ്ടാ ഞാൻ 6.5 സെന്റ് ഉണ്ടാക്കിയത്. നിനക്കൊക്കെ വേണ്ടെങ്കി അത് ഞാൻ വിറ്റ് തിന്നോളാം. അച്ഛൻ മൈൻഡ് റിലാക്സ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ തരണം. നമുക്ക് എന്തെങ്കിലും വലുത് തന്നെ വേണം. 6.5 സെന്റ് ഒന്നും പോരാ. അച്ഛന്റെ വലുതായിട്ടിരിക്കുന്ന ഒന്നും മക്കളെ നിങ്ങളെ കൊണ്ട് താങ്ങില്ലടാ. അതെന്താ അച്ഛാ? അച്ഛന്റെ തേക്കിൻ കട്ടില് നാണമില്ലേടോ? താൻ എന്തുണ്ടാക്കണോ നമുക്ക്? അനുസരണയില്ലാത്ത പട്ടി. വീട്ടിൽ സ്ഥലമില്ലാത്തോണ്ട് പട്ടിക്കൂടിലല്ലോടോ ഞാൻ കിടക്കുന്ന സച്ചു പട്ടി. ഇനി അനുസരണ ഇല്ലാത്തോണ്ട് വല്ലതും പറയോ? സച്ചു നിങ്ങളടുത്ത് ചീയാണ് ചീ. പിണങ്ങിക്കളഞ്ഞ് അങ്ങേറ്റം പിണങ്ങി ഞാൻ. അച്ചു കൂവാണ്. ആ 6 സെന്റ് എനിക്കിതാ. അച്ഛന്റെ കൂ ഇപ്പൊ തന്നെ അച്ഛന്റെ അടുത്തൊന്ന് ചോദിക്കണോ? ചില ചോദ്യങ്ങൾ നമ്മൾ ആസ്ഥാനത്ത് തന്നെ ചോദിക്കണം. അച്ചു, യു ആർ ബ്രില്യന്റ്.